നിങ്ങൾ നല്ലൊരു ആങ്കറാണ്, നിങ്ങൾ ഇത്തരത്തിലുള്ള പരിപാടി അവതരിപ്പിക്കുന്ന ആളാണ്. നിങ്ങൾ അത് തിരിച്ചറിഞ്ഞത് ഏത് പ്രായത്തിലായിരിക്കും? അങ്ങനെ പറഞ്ഞു കൊടുക്കണം. നിങ്ങൾ ആവശ്യമില്ലാത്ത ഒത്തിരി സാധനത്തിന് സമയം കളഞ്ഞ് ഒഴിവാക്കാമായിരുന്നു. എഞ്ചിനീയർ ആണ് സർ, ഞാൻ സിവിൾ ആണ്. ഇങ്ങോട്ട് വന്നേ നീ, എന്നിട്ട് ഇങ്ങോട്ട് നിന്നേ നീ. സാർ പറഞ്ഞാൽ എനിക്കൊരു 16ാമത്തെ വയസ്സ് തൊട്ട് ഇതിന്റെ നർച്ചറിംഗ് ആണ് കിട്ടിയിരുന്നെങ്കിൽ മേ ബി വേറൊരു ലെവലിലേക്ക് നമുക്കൊക്കെ സ്റ്റെപ്പ് ചെയ്യാൻ നേരത്തെ പറ്റുമായിരുന്നു. നിങ്ങൾ കേരളം വിട്ടു പോവുകയും കേരളം രക്ഷപ്പെടുകയും ചെയ്തേനെ. ആ സാർ, എന്ത് ചെയ്യാം, കേരളത്തിന് നമ്മളെ വേണം എന്ന് തോന്നുന്നു സാർ. അതാണ് പിടിച്ചു നിർത്തുന്നത് ഞങ്ങളെ. ഫ്രം അവർ സബ്സ്ക്രൈബേഴ്സ് ലിസ്റ്റിൽ നിന്ന് ഞങ്ങൾ സോർട്ട് ഔട്ട് ചെയ്ത ക്വസ്റ്റ്യൻസ് ആണ്. ഇതിൽ ആദ്യത്തെ ചോദ്യം, പ്രേക്ഷകർ ഇതൊക്കെ നേരാന്ന് വിശ്വസിക്കുമോ? എന്നെ കൊല്ലാതിരിക്കാൻ പറ്റുമോ? ഉറപ്പാണ് സാർ, വളരെ ജെന്യൂൻ പ്രേക്ഷകരുടെ തന്നെ ചോദ്യമാണ്. പ്രേക്ഷകരുടെ തന്നെ രണ്ട് ചോദ്യം എന്റെ ഉണ്ട് സാർ. രണ്ടെണ്ണം ഞാൻ ഇടയിൽ കയറ്റി. ഒന്നുകൂടെ സ്ട്രോങ് ആയിട്ട് ചോദിച്ച ഒരു 3 എണ്ണം കൂടെ വരും. ഒന്നും നടക്കില്ല കേട്ടോ. ഈ പറഞ്ഞ മാതിരി ഇത്രയും ലോകം കണ്ട ആളുടെ മുന്നിലൊന്നും നമ്മൾ ഈ ഇട്ടാവട്ടത്ത് കിടന്ന് പയറ്റിയിട്ടൊന്നും ഒരു രക്ഷയില്ല, പിടിച്ചു നിൽക്കാൻ പറ്റില്ല. അതെ, നേരത്തെ ആലോചിക്കണമായിരുന്നു സാറേ. എനിക്കൊരു വട്ടപ്പേരുണ്ട്, അല്ല തള്ളിസ്റ്റ് എന്നാണ് എന്നെ. കാരണം അതെനിക്ക് മനസ്സിലായി. ഒരു കയ്യബദ്ധം നാറ്റുകരുത്. ഇനി തോന്നിയാസം പറഞ്ഞു നടന്നാലുണ്ടല്ലോ നാട്ടിലടിച്ചാൻ സൂപ്പർ. ഞങ്ങൾ എന്റർടൈൻമെന്റ് മേഖലയിലാണ് സർ വർക്ക് ചെയ്യുന്നത്. അപ്പോൾ കൂടുതലായിട്ട് നമ്മൾ ഈ സിനിമ ഓറിയന്റഡ് സിനിമ പ്രൊമോഷൻസ് ഒക്കെയാണ് ചെയ്യുന്നത്. അപ്പോൾ അതിന്റെ ഭാഗമായിട്ട് നമുക്ക് പല സിനിമകളെ ഒന്ന് തള്ളി കയറ്റേണ്ടി വരും. അത് ശരി, ആ വേല ഞങ്ങളോട് വേണ്ട മോനെ. ഈ പരിപാടിയുടെ ഏക ഗുണം എന്താ അറിയോ? പൊതുവെ കേൾക്കാത്ത ഒരു പുകഴത്തിൽ കുറെ നേരം എനിക്ക് കേൾക്കാൻ പറ്റുന്നു എന്നുള്ളതാണ്. ഞാനങ്ങോട്ട് ഇല്ലാണ്ടായിപ്പോനെ. സാറിനോട് ഈ പറഞ്ഞില്ലേ, ഭയങ്കര രസമായിട്ട് സാർ എന്നോട് ഉത്തരം പറയും. സർ പ്ലാൻ ഇതൊക്കെയാണോ രസം? രസമൊക്കെ കിടക്കുന്നേ ഉള്ളൂ. നല്ല ചോദ്യം വരട്ടെ. കിട്ടിയാ? ഇല്ല, ചോദിച്ചു വാങ്ങിച്ചു പോവാ.